നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ ആഗോള വിപണിയെ ഉലയ്ക്കുന്നതിനിടെ രാജ്യത്ത് ഇന്ധനവില വർദ്ധിക്കാൻ സാധ്യതയേറുന്നു എന്നുള്ള ചില സൂചനകളാണ് പുറത്തുവരുന്നത്. യുദ്ധത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനമായിട്ടില്ല. ഇന്ന് ട്രംപ് യുദ്ധം അവസാനിപ്പിച്ചു എന്ന് US കോൺഗ്രസിനെ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും ഇറാൻ്റെ പല ഭാഗങ്ങളിലും കടലിടുക്കിലൊക്കെ തന്നെ US സേന അവിടെ തുടരുകയാണ്. 50,000-ലധികം പട്ടാളക്കാരാണ് കടലിൽ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വീണ്ടും ഒരു ആക്രമണം ഏത് നിമിഷം വേണമെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് ആഗോള വിപണിയിൽ ഇപ്പോൾ എണ്ണവില കുതിച്ചുയരുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചു എണ്ണ കമ്പനികൾക്ക് മേൽ വലിയ സാമ്പത്തിക സമ്മർദ്ദമാണ് ചെലുത്തുന്നത്. പശ്ചിമേഷ്യയിലെ അനിശ്ചിതാവസ്ഥ തുടരുന്ന സാഹചര്യത്തിൽ പെട്രോൾ, ഡീസൽ വിലകളിൽ വരും ദിവസങ്ങളിൽ ഗണ്യമായ മാറ്റം ഉണ്ടായേക്കാമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. പശ്ചിമേഷ്യയിലെ സൈനിക നീക്കങ്ങളും ഹോർമുസ് കടലിടുക്കിലെ ഗതാഗത തടസ്സങ്ങളും ആഗോള എണ്ണ വിതരണത്തെ ബാധിച്ചിട്ടുണ്ട്. ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് ഇന്ത്യയെ പോലുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ പ്രതികൂലമായി ബാധിക്കും. നിലവിൽ റീറ്റെയിൽ വില വർദ്ധിപ്പിക്കാനുള്ള ഔദ്യോഗിക തീരുമാനം കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര വിപണിയിലെ വില വർധനവ് തുടർന്നാൽ ലിറ്ററിന് 10 രൂപ മുതൽ 25 രൂപ വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇന്ധനവില ഉയരുമെന്ന ഭീതിക്കിടെ വാണിജ്യ ഗ്യാസ് സിലിണ്ടറുകളുടെ വിലയിലും മെയ് 1 മുതൽ റെക്കോർഡ് വർധനമാണ് രേഖപ്പെടുത്തിയത്. 19 കിലോയുടെ വാണിജ്യ സിലിണ്ടറിന് ഒറ്റയടിക്ക് 993 രൂപയാണ് എണ്ണ കമ്പനികൾ വർദ്ധിപ്പിച്ചത്. ഇതോടെ കൊച്ചിയിൽ ഒരു വാണിജ്യ സിലിണ്ടറിന്റെ വില 3085 രൂപയായി ഉയർന്നു. തിരുവനന്തപുരത്ത് 3106 രൂപയും കോഴിക്കോട് 3117.50 രൂപയുമാണ് നിലവിലെ വില. ഹോട്ടലുകളുടെയും ചെറുകിട വ്യവസായങ്ങളെയും ഈ വില വർധനവ് സാരമായി ബാധിക്കും. വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂടിയെങ്കിലും 14.2 കിലോയുടെ ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ നിലവിൽ മാറ്റമില്ല. ഡൽഹിയിൽ ഗാർഹിക സിലിണ്ടറിന് 913 രൂപയായി തുടരുമ്പോൾ കേരളത്തിലും വിലയിൽ വലിയ മാറ്റം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ക്രൂഡ് ഓയിൽ വിലയിലെ കുതിപ്പ് തുടർന്നാൽ ഗാർഹിക ഗ്യാസ് വിലയിലും വർധനവ് ഉണ്ടായേക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്ധനവില വർധനയെക്കുറിച്ചുള്ള വാർത്തകൾക്കിടയിലും നിലവിൽ വില കൂടാൻ ആലോചനയില്ലെന്നാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വിശദീകരണം. രാജ്യത്ത് ആവശ്യത്തിന് ഇന്ധന ശേഖരമുണ്ടെന്നും പാനിക് ബുക്കിംഗിന്റെ ആവശ്യമില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ വരുമ്പോൾ ആളുകൾ കൂട്ടത്തോടെ ബുക്കിംഗ് ചെയ്യുമ്പോഴാണ് പലർക്കും കിട്ടാതെ വരുമ്പോൾ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ ചാഞ്ചാട്ടം എണ്ണ കമ്പനികളുടെ ലാഭവിഹിതത്തെ ബാധിക്കുന്നതിനാൽ അധിക നാൾ വില പിടിച്ചു നിർത്താൻ കഴിയില്ലെന്നാണ് വിപണി നിരീക്ഷകർ പറയുന്നത്. കേരളം, ബംഗാൾ, തമിഴ്നാട്, അസം സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പക്ഷേ കേന്ദ്രത്തിന്റെ സ്വരത്തിൽ മാറ്റമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ധനവില കൂട്ടാതിരിക്കാനാവില്ലെന്ന സൂചന ധനമന്ത്രാലയത്തിന്റെ പ്രതിമാസ അവലോകന റിപ്പോർട്ടിലുണ്ടായിരുന്നു. പെട്രോൾ, ഡീസൽ വില ലിറ്ററിന് 5 രൂപ വരെ കൂട്ടിയേക്കുമെന്നാണ് സൂചന. ഇന്ത്യയിൽ പണപ്പെരുപ്പം കുതിച്ചു കയറാൻ ഇതിനിടയാക്കും. ചരക്ക് നീക്ക ചെലവ്, അവശ്യവസ്തുക്കളുടെ വില എന്നിവയിലും വൻ വർധനവുണ്ടാകും. GDP വളർച്ചയെയും ഇത് ബാധിക്കും. ഓഹരി വിപണികൾ തളർന്നേക്കും. കഴിഞ്ഞ ദിവസം വാണിജ്യ LPGയുടെ വില കുത്തനെ ഉയർത്തിയിരുന്നു. 19 കിലോ വരുന്ന വാണിജ്യ സിലിണ്ടറിന് 993 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിപ്പിച്ചത്. വാണിജ്യ LPG കൂടാതെ വ്യാവസായിക ഡീസൽ, 5 കിലോഗ്രാം LPG, അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് വിൽക്കുന്ന ജെറ്റ് ഇന്ധനം എന്നിവയുടെ വിലയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരാഴ്ചയ്ക്കുള്ളിൽ പെട്രോളിനും ഡീസലിനും 5 രൂപ വർദ്ധിക്കാനും ഗാർഹിക LPGക്ക് 50 രൂപ വർദ്ധിക്കാനും സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 4 വർഷത്തോളമായി രാജ്യത്ത് പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വിലയിലും കാര്യമായ മാറ്റമില്ലാതെ തുടരുകയായിരുന്നു. 2022 ഏപ്രിൽ ആദ്യം മുതൽ ചില്ലറ പെട്രോൾ, ഡീസൽ വിലകൾ നിശ്ചലമായി തുടരുകയാണ്. ഈ കാലയളവിൽ ചില മാസങ്ങളിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിക്കുകയും മറ്റു ചില മാസങ്ങളിൽ കുറയുകയും ചെയ്തിട്ടുണ്ട്. വില കുറഞ്ഞപ്പോൾ എണ്ണ കമ്പനികൾ നല്ല ലാഭം നേടുകയും ചെയ്തിട്ടുണ്ട്. വില വർദ്ധിക്കുമ്പോൾ നഷ്ടം നികത്താൻ ഈ ലാഭം ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ ഏറ്റവും അധികം വാങ്ങുന്ന ബ്രന്റ് ക്രൂഡ് വില കഴിഞ്ഞ ദിവസം 4 വർഷത്തെ ഉയരമായ $126 ബാരലിലെ കത്തിക്കയറിയത്. ഇറാൻ ചർച്ചാ സന്നദ്ധത അറിയിച്ചതോടെ വില $108 ഇപ്പോൾ താഴ്ന്നു. US ക്രൂഡ് വില 110 നിന്ന് $101 കുറഞ്ഞു. എണ്ണവില കത്തിക്കയറിയ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ വ്യാപാര സെഷനിൽ ഇന്ത്യയിൽ സെൻസെക്സും
നിഫ്റ്റിയും ചോരക്കളമായി മാറിയിരുന്നു. അതേസമയം ടെക് കമ്പനികളുടെ മികച്ച ജനുവരി-മാർച്ച് പ്രവർത്തന ഫലത്തിൻ്റെ കരുത്തിൽ US ഓഹരികൾ റെക്കോർഡ് നേട്ടത്തിലേറിയിട്ടുണ്ട്. ഹോങ്കോങ് ഒഴികെയുള്ള ഏഷ്യൻ ഓഹരികളും പൊതുവെ നേട്ടത്തിലായിരുന്നു. ഇന്ത്യയിൽ സെൻസെക്സ് കഴിഞ്ഞ സെക്ഷനിൽ 582 പോയിന്റും നിഫ്റ്റി 180 പോയിന്റും ഇടിഞ്ഞു. 24,000 താഴെയാണ് നിഫ്റ്റി ഉള്ളത്. രാജ്യാന്തര സ്വർണ്ണവില ഔൺസിന് $4,700 നിന്ന് 4,500 നിലവാരത്തിലേക്ക് ഇടിഞ്ഞെങ്കിലും 4,600 മുകളിലേക്ക് തിരിച്ചു കയറി. കേരളത്തിൽ ഇന്നലെ 3 തവണ വിലയിടിഞ്ഞു. എന്നാൽ വൈകിട്ട് വില കൂടി. ഏതായാലും ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുക തന്നെയാണ് ചെയ്യുന്നത്. കാരണം കൂടുതൽ ഉപരോധമാണ് ഇനി ഇറാൻ്റെ മേൽ ട്രംപ് ഉയർത്താൻ പോകുന്നത്. ഈ തരത്തിലുള്ള രീതിയിലൂടെ പ്രതിരോധം വലിയ രീതിയിൽ അത് വർദ്ധിപ്പിക്കാൻ തന്നെയാണ് അമേരിക്കയുടെ നീക്കം. അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ ഇന്ധനവില വലിയ രീതിയിൽ കുതിച്ചു കയറാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള സൂചനകൾ നൽകുന്നുണ്ട്. മറ്റുള്ള എല്ലാ രാജ്യങ്ങളെയും ഇത് വലിയ രീതിയിൽ തന്നെ സാമ്പത്തികമായി തകർക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് നിലവിലെ അവസ്ഥ പോകുന്നത്. അതിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള സമാധാന ചർച്ചകളിലൂടെ യുദ്ധം അവസാനിക്കുകയാണെങ്കിൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഇത്തരത്തിൽ വില കൂടിയും കുറഞ്ഞും തന്നെ നിൽക്കും. അതിൽ കൂടാനുള്ള സാധ്യതയാണ് ഏറ്റവും കൂടുതലുള്ളത്. നിലവിൽ കരുതൽ ശേഖരമുണ്ട് ഇന്ത്യ. മറ്റുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച് ഇന്ത്യക്ക് കരുതൽ ശേഖരമുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഒരു അവസ്ഥ തുടർന്നു കഴിഞ്ഞാൽ അത് എത്ര കാലത്തേക്ക് എന്നുള്ളൊരു ചോദ്യം കൂടി ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്.